വീണ്ടും തിരുവെഴുത്തിലൂടെ നല്ല കുടുംബ അന്തരീക്ഷത്തെക്കുറിച്ച് ധ്യാനിക്കാം. സദൃശ്യവാക്യങ്ങൾ 31:28. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു. പ്രശംസിക്കുന്നത് എന്താണെന്ന് താഴെ വിവരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മാന്യ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. അവളുടെ വില, പേൾ, രത്നങ്ങൾ ഇവയേക്കാൾ കൂടിയതാണ്. സദൃശ്യവാക്യം 31:10 അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. അവളുടെ ലാഭത്തിനൊരു കുറവുമില്ല. ഇങ്ങനെ ഇങ്ങോട്ട് ധ്യാനിച്ച് വരുമ്പോൾ അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും, 15-ാം വാക്യം, വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കും. വെളുപ്പിനെ എഴുന്നേക്കും. അത് വെളുപ്പിനെ എഴുന്നേൽക്കും. ഇന്ന് വെളുപ്പിനെ എഴുന്നേൽക്കാത്ത സഹോദരിമാര് ഒത്തിരിയുണ്ട്. അവർക്കതിന് ഓരോ കാരണങ്ങളും പറയാനുണ്ട്. പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന പാവപ്പെട്ട സഹോദരിമാരെ ഞാൻ പ്രശംസിക്കുന്നു, കുറ്റം പറയുന്നില്ല. ഇന്നിപ്പോൾ ആ കൾച്ചർ മാറി സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് പല കാര്യങ്ങളിലും ഭേദഗതി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത്. കുടുംബം പണിയാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു. സ്ത്രീ സമത്വവാദികൾക്ക് ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ സമൂഹത്തെ നിങ്ങൾ നശിപ്പിക്കരുതെന്ന് ഒരു അപേക്ഷയുണ്ട് ഈ സ്ത്രീ സമത്വമൊക്കെ പറഞ്ഞിട്ട്. ഇനിയും തൊട്ട് സൂര്യനല്ല ചന്ദ്രനാണ് ഉദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ വരുന്ന നാശം എത്ര ഭയങ്കരമായിരിക്കും. ദൈവം വച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിനെ മറികടക്കരുത്. നോക്കൂ, അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും ഭർത്താവിന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. 31-ാം അധ്യായം മുഴുവനും ഒരു ഭാഗ്യവതിയായ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയെക്കുറിച്ചുള്ള വർണ്ണനയാണ്. സാമർഥ്യമുള്ള ഭാര്യയെ, ബ്രാക്കറ്റിൽ സുഹൃതമുള്ള ഭാര്യയെ ആർക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാവ്യം ആരംഭിക്കുന്നു. അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വെറുതെ ഇരുന്ന് അഹോർത്തി കഴിക്കുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ലേഡിയെ കണ്ടു. അവരൊരു വിദേശ വനിതയാണ്. കേറിയ വഴി അവൾ വാനിറ്റി ബാഗ് എടുക്കുന്നു. കമ്പിളി വസ്ത്രങ്ങൾ നെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഷാളൊക്കെ നെയ്യുന്ന, കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തൊഴിലുണ്ടല്ലോ, അതാ പുള്ളിക്കാരത്തിക്ക് അറിയാം. വണ്ടി വിട്ടപ്പം മുതൽ ഇറങ്ങാൻ എല്ലാവരും എഴുന്നേൽക്കുന്നത് വരെ, വണ്ടി നിർത്തി ബെൽറ്റ് അഴിച്ച് വെട്ടിയെടുത്ത ആളുകളെല്ലാം ഇറങ്ങുന്നത് വരെ അവർ തയ്ച്ചുകൊണ്ടിരുന്നു. എന്ത് നല്ലതായി. മറ്റുള്ളവരാണല്ലോ മൊബൈലിൽ നോക്കിയിരുന്ന്, മൊബൈലിലൂടെയല്ലേ ഇപ്പൊ പരദൂഷണം പറയുന്നത്. ആ കൾച്ചർ ഉണ്ടല്ലോ, ആ പഴയ കൾച്ചർ, അതായിരുന്നു നല്ലത്. എപ്പോഴും വർക്ക് ചെയ്യുക, അപ്പം മനസ്സ് ചീത്തയാകാതിരിക്കും. മടിയന്റെ മനസ്സ് പിശാചിന്റെ വർക്ക്ഷോപ്പാണെന്നാണ് പറയുന്നത്.
അവൾ വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല, മെനക്കെട്ടിരിക്കുകയില്ല. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ ശ്രദ്ധിച്ചു നോക്കും. എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യും, എല്ലാം അറ്റൻഡ് ചെയ്യും. വീട്ടിൽ എവിടെയെങ്കിലും പൊടിയോ എട്ടുകാലി വലയോ ചെളിയോ ദുർഗന്ധമോ ഉണ്ടെങ്കിൽ അവൾ കണ്ടുപിടിക്കും. ബാത്റൂം അവൾ ശ്രദ്ധിക്കും. വളരെ നല്ല വീട്, വളരെ നല്ല ലിവിങ്, വളരെ നല്ല സെറ്റി. അത്യാവശ്യത്തിന് ഒന്ന് ബാത്റൂമിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അവരുടെ ബെഡ്റൂമിലെ ബാത്റൂം തുറന്നു തന്നു. നല്ല മനുഷ്യരാണ്, പക്ഷെ ബാത്റൂം വളരെ മോശം. ബാത്റൂമിലെ മുടികൾ കാലെ തട്ടി വീഴുമോയെന്ന് എനിക്ക് തോന്നിപ്പോയി. ക്ലോസറ്റിന്റെ കളറ് എന്നെ സങ്കടപ്പെടുത്തി. ബാത്റൂമിലെ ടൈലിന്റെ നിറം എനിക്ക് സങ്കടം തോന്നി. ആ ഡോറിന്റെ കുറ്റി വീഴുന്നില്ല. നല്ല മനുഷ്യരാണ്, സ്നേഹമുള്ള മനുഷ്യരാണ്, നല്ല വീടാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാം വില കൂടിയതാണ്. എല്ലാം വില കൂടിയതാണ്. ഉണ്ടല്ലോ, ക്വാളിറ്റി പലതുണ്ടല്ലോ. ക്ലോസറ്റ് തന്നെ 50,000 1,00,000 ക്ലോസറ്റ് മേടിക്കാം, 25,000 മേടിക്കാം, 10,000 വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 5,000 ഇത് കിട്ടുമായിരിക്കും. ഇത് സാമാന്യം ഹൈ ലെവലല്ല. ടാപ്പിംഗ് സിസ്റ്റമൊക്കെ കമ്പനികൾ മാറും തോറും ഭയങ്കര വ്യത്യാസം വരും. അത് നല്ല കമ്പനിയുടെ ടാപ്പൊക്കെയാണ്, പക്ഷെ എല്ലാം അങ്ങ് സർവീസ് ചെയ്യാതെ, മെയിൻറ്റെയിൻ ചെയ്യാതെ നശിപ്പിച്ചിട്ടിരിക്കുക. നോക്കൂ, വീട്ടുകാരുടെ പെരുമാറ്റം നമ്മൾ സൂക്ഷിച്ചു നോക്കൂ. ഒരു ഗസ്റ്റ് വന്നിട്ട് പോയാൽ ഉടൻ തന്നെ ആ മുറിയിൽ പോയി നോക്കിയില്ലെങ്കിൽ ഹീറ്റർ ഓണായിരിക്കും, ഫാൻ ഓണായിരിക്കും, ലൈറ്റ് ഓണായിരിക്കും. അവൾ ശ്രദ്ധിക്കുന്നു. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. അവൾ വെറുതെ ഇരിക്കത്തില്ല. അവളുടെ മക്കൾ മെച്യൂർ ആവുമ്പോൾ അവളെ പ്രശംസിക്കും. നമുക്ക് നല്ല അമ്മമാരുണ്ടാകട്ടെ, നല്ല മക്കളുണ്ടാകട്ടെ. നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.